താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാകുമെന്നും കോടതി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നടത്തിയിരിക്കുന്നത്. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ല എന്നതടക്കം പറയുകയാണ് ഈ കേസിൽ ഹൈക്കോടതി. മനു, രണ്ട് കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് കേസ് ഈ ഹർജി പരിഗണിച്ചത്. ഹർജി പരിഗണിച്ച് 6 കുട്ടികളുടെയും ഈ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ സഹപാഠികളായ 6 പേരുടെയും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ജാമ്യം എന്ന് പറയുന്നത് പ്രതികളുടെ എല്ലാ ഘട്ടത്തിലുള്ള അവകാശമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർ നിയമവുമായി വൈരുദ്ധ്യത്തിലുള്ള 6 പേരാണ് എന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞു. മാത്രമല്ല, ഇപ്പൊ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത്, ഈ കുട്ടികൾക്ക് ജാമ്യം നൽകുന്നത് നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ ജാമ്യം ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉണ്ടാകും എന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 6 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. നമുക്കറിയാം, മുമ്പ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഈ 6 പേരും ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് ആവശ്യപ്പെട്ട് ഷഹബാസിന്റെ പിതാവ് ഇതിൽ കക്ഷി ചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാദവും കൂടി കേട്ടു, സർക്കാരിന്റെ വാദവും കേട്ടു. തുടർന്നാണ് അല്പം മുമ്പ് അവധിക്കാല ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. ഈ ജാമ്യാപേക്ഷയ്ക്കെതിരെ സ്റ്റേറ്റിന്റെ വാദം ഈ കേസിൽ എങ്ങനെയായിരുന്നു? എന്തൊക്കെ പോയിന്റുകളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്? സർക്കാർ ഇക്കാര്യത്തിൽ ജാമ്യം നൽകരുത് എന്ന നിലപാട് തന്നെയാണ് എടുത്തത്. പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് ശരിയായ നിലപാടല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇവർ കുറ്റകൃത്യം ചെയ്തു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കോടതി അതും മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ അച്ഛൻ, പിതാവ് ഇത് കക്ഷി ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദവും പറഞ്ഞിരുന്നു. കോടതി ഇതെല്ലാം മുഖവിലേക്ക് എടുത്തു. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നടത്തിയൊരു കമന്റാണ്. അതിൽ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നത്തിന് സാധ്യതയുണ്ട് ഇവർ പുറത്തിറങ്ങിയാൽ. അതുകൊണ്ട് തന്നെ അപ്പോ ഈ പ്രതികളുടെ അടക്കം ജീവന് ഭീഷണി ഉണ്ടാകുന്ന, സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരു ഘട്ടം വരും. അത് കൂടി കോടതി പരിഗണിക്കുന്നു എന്നാണ് കോടതി രണ്ടാമത്തെ കാരണമായി പറഞ്ഞത്. ജാമ്യം ഒരു അവകാശമായി കരുതാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോഴിക്കോട് ജില്ലാ കോടതിയും അവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നമ്മളെ ഞെട്ടിപ്പിച്ച, നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച കേസ് കൂടിയായിരുന്നു താമരശ്ശേരിയിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത്. ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. അതിൻ്റെ ഗൗരവം, കേസിൻ്റെതായ ഓരോ നടപടികളിലും അതിൻ്റെ തുടർച്ചയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രതികളെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം പ്രായപൂർത്തിയാകാത്ത പ്രതികൾ കൂടിയാണ്. പിന്നീട് ജാമ്യാപേക്ഷയുമായി അവർ കോഴിക്കോട് കോടതിയെ സമീപിക്കുന്നു. അവിടെ നിന്ന് ജാമ്യം കിട്ടുന്നില്ല, ഹൈക്കോടതിയിലെത്തുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.